വലിയൊരു മിസ്റ്റേക്കാണ് ശരിക്കും. കരിയർ ഏത് സെലക്ട് ചെയ്യണം, ഏത് കരിയർ പാത്തിലേക്ക് പോകണം, കുട്ടി എന്താവണം എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ്ലി അതിൻ്റെ കടിഞ്ഞാണ് കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ളത്. നീ തീരുമാനിക്കുന്ന ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ അതിക്ക് പോയിക്കോ, ഞാൻ എത്ര പൈസ വേണമെങ്കിലും ചിലവഴിക്കുക എന്നുള്ള രീതിയിലാണ് അധിക പേരൻസും കുട്ടികളോട് സംസാരിക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് കുട്ടികളുടെ കയ്യിലായാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരു 10th +1 +2 ഈ ടൈമിലൊന്നും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാനോ അതിനൊന്നുള്ള ക്യാപ്പബിലിറ്റി എത്തിയിട്ടുണ്ടാവില്ല 90% കുട്ടികൾക്കും. അപ്പോൾ ഇവരെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഒരുപാട് ഏജൻസീസ്, എഡ്യൂക്കേഷണൽ ഏജൻസീസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇവരിതിൻ്റെ വലയിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പകരമായിട്ട് പേരൻസ് ചെയ്യേണ്ടത് ഒരു ആക്റ്റീവ് റോൾ എടുക്കണം. കുട്ടി എന്തുകൊണ്ട് ഈ ഫീൽഡിലേക്ക് പോകുന്നത്, എന്താണ് ഫർദർ അവൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങളും കൂടെ ഇരുത്തിക്കൊണ്ട് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. അതല്ലെങ്കിൽ ഇന്ന് കൗൺസിലിംഗ് ക്യാബിലേക്ക് വരുന്ന അധിക സ്റ്റുഡൻസും പറയുന്നത് അവരുടെ ഒറ്റയ്ക്ക് തീരുമാനമായിരുന്നത്, പക്ഷെ പെട്ടുപോയി, ഇനി തിരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വീട്ടിൽ ഞാൻ എങ്ങനെ പറയാം എന്നുള്ളതാണ്. പേരൻസിന് ഇതിൽ ആക്റ്റീവ് റോൾ എടുത്തേ പറ്റൂ. അത് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും അവർ നല്ല കരിയറിലെത്താനും, ഈ കരിയർ മാത്രമല്ല അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട്, പഠിക്കുക മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ ഉത്തരവാദിത്തം, അതൊക്കെ അവരെ നിങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം.